എമ്പുരാൻ സിനിമയ്ക്ക് നേരെ സംഘപരിവാർ ആക്രമണം തുടങ്ങിയ നേരത്ത് തന്നെ ഒരു കാര്യത്തിൽ മലയാളിക്ക് സംശയമുണ്ടായിരുന്നില്ല. അത് ഈ സിനിമ എടുത്തവർക്കെതിരെയുള്ള ഭരണകൂട വീട്ടയായിരുന്നു എന്ന്. സംഘപരിവാറിന്റെ പല നേതാക്കളും അന്വേഷണ ഏജൻസികളെ കാണിച്ച് പേടിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സിനിമ ഇറങ്ങി കൃത്യം 8-ാം നാൾ ആ സിനിമയുടെ നിർമ്മാതാവിന്റെ ഓഫീസുകളിൽ റെയ്ഡ് എന്ന ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. വളരെ പ്രെഡിക്റ്റബിളായ ഇന്ത്യൻ യാഥാർത്ഥ്യം. ഇഡി വരുമെന്ന് പറഞ്ഞു, ഇഡി വന്നു. എമ്പുരാൻ സിനിമ പ്രസക്തമാകുന്നത്, അല്ലെങ്കിൽ അതിന് ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ റെഫറൻസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, അത് സംഘപരിവാർ രാഷ്ട്രീയത്തെ, അവരുടെ മോഡസ് ഒപ്രാൻഡിയെ എക്സ്പോസ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് അവർക്ക് പൊള്ളിയത്. സിനിമയും സിനിമാ താരങ്ങളെയും തരാതരം പോലെ തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അത്തരം പ്രൊപ്പഗാൻഡ പടങ്ങൾക്ക് ടാക്സ് വെട്ടിക്കുറച്ചും പ്രൊമോഷൻ ചെയ്തും പ്രേക്ഷകരെ കാണിക്കാൻ ശ്രമിച്ച BJPക്ക് എമ്പുരാൻ നെറുകൻ തലയിൽ കിട്ടിയ അടിയായിരുന്നു. ആ അടിയുടെ പിടച്ചിലാണ് ഇന്ന് ഗോകുലം ഗോപാലന്റെ വിവിധ ഓഫീസുകളിൽ കണ്ടത്. എന്താണ് ഗോകുലം ഗോപാലൻ ചെയ്ത തെറ്റ്? നിയമലംഘനമോ സാമ്പത്തിക തട്ടിപ്പോ? അല്ല, എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി. സംഘപരിവാറിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു പടത്തിന് പണം മുടക്കുന്നതിൽ പരം അപരാധം മറ്റെന്താണ്? അതായത് എമ്പുരാൻ സിനിമ എന്താണോ പറഞ്ഞു വെച്ചത് അതിൻ്റെ തന്നെ പുനരാവിഷ്കാരം. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ അന്വേഷണ ഏജൻസികളെ കാട്ടി പേടിപ്പിക്കുകയാണ്, വേട്ടയാടുകയാണ്. ഇനി ആരും ഇതിനു മുതിരരുത് എന്ന സന്ദേശമാണ് സംഘപരിവാർ നൽകുന്നത്. അതിൽ യാതൊരു സംശയം പ്രകടിപ്പിക്കാത്ത, ചോദ്യം ചോദിച്ച് അലോത്സരപ്പെടുത്താത്ത മാധ്യമപ്രവർത്തകരും കൂടെയുള്ളപ്പോൾ ഭരണകൂടത്തിന് എല്ലാം എളുപ്പമാകും. ഇനി ഗോകുലം ഗോപാലൻ സാമ്പത്തിക കുറ്റകൃത്യം നടത്തി എന്നാണെങ്കിൽ ഇതുവരെ ED എവിടെയായിരുന്നു? ഏത് കൊട്ടേഷന്റെ പിന്നിലായിരുന്നു? എന്താണ് ED എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് ചെയ്യുന്ന സേവനം, ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ വ്യക്തമാണ്. EDയുടെ സേവനം നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10 വർഷമായി 193 കേസുകളാണ് MLA-മാരും MP-മാരും അടക്കമുള്ള രാഷ്ട്രീയക്കാർക്കെതിരെ ED രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തെളിയിക്കപ്പെട്ടത് വെറും 2 കേസുകൾ മാത്രമാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 193 കേസുകളിൽ 138 കേസുകളും 2ാം മോദി സർക്കാരിന്റെ കാലത്താണ്. ഇത്തരത്തിൽ പല പ്രതിപക്ഷ പാർട്ടികൾക്കുമെതിരെ CBIയെയും EDയെയും ഉപയോഗിക്കുന്നത് കേന്ദ്രത്തിന്റെ സ്ഥിരം നയമാണ്. ഒന്നുകിൽ നിശബ്ദരാകുക, അല്ലെങ്കിൽ BJPക്കൊപ്പം ചേരുക, അതുമല്ലെങ്കിൽ സൈബർ വേട്ടകൾക്കും സെൻട്രൽ ഏജൻസിയുടെ വേട്ടയ്ക്കും ഇരയാകുക.